ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശിനെ അനിയനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശിനെ MD സീറ്റിലേക്ക് പിടിച്ചിരുത്തുകയാണ് അനിയൻ. അപ്പം ആദർശിന് ഒരു ചെറിയൊരു എന്താ പറയുക മടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ അനിയെ മാറ്റിയിട്ട് ആദർശിരിക്കുന്നതിൻ്റെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടാ, നിനക്ക് കുറച്ച് നാളും കൂടി ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു, അത് നിനക്കൊരു എക്സ്പീരിയൻസ് തന്നെ ആവത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നാദർശേട്ടാ, തലവേദനയാണ് മനുഷ്യന്. സത്യം പറയാലോ, ഞാൻ വീർപ്പ് മുട്ടി ഇവിടെ ഇരുന്നത്. സത്യത്തിലെ ഇതിന് അർഹതപ്പെട്ടത്, ഈ സീറ്റിൽ ഇരിക്കാൻ അർഹതയുള്ളത് ആദർശേട്ടന് തന്നെയാണ്. ആദർശേട്ടന് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതൊരിക്കലും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് ആദർശേട്ടന് ഇവിടെ ഇരുന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടോ. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഈ സമയത്ത് നമ്മുടെ അനു പറഞ്ഞു, ദേ ജോലിയൊന്നും ചെയ്യാതെ ചുറ്റിക്കറങ്ങി നടക്കരുത്, പകുതി ബ്രാഞ്ച് നോക്കേണ്ടത് നീ തന്നെയാണ് കേട്ടോ. ഓ, ഇതിപ്പോഴേ അതൊക്കെ എനിക്ക് നിസ്സാരമായിട്ടാണ് തോന്നുന്നത്, എല്ലാം കൂടെ എൻ്റെ തലയിലല്ലായിരുന്നോ? അതുകൊണ്ട് ഇവിടുന്ന് ഇടവും വലവും ഒന്നും തിരിയാൻ പറ്റിയിട്ടില്ലേ ഏട്ടാ. ഓ, ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യണം, ഇതുപോലൊരു ബോറൻ പരിപാടി ഉണ്ടല്ലോ വേറെ ഇല്ല. അതൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശനും അച്ഛനും ഞാനും ഒക്കെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. ഇനിയിപ്പം ഞാനില്ലാത്ത മീറ്റിംഗ് ഒക്കെ നീ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓ, അതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ആദർശേട്ടാ. അപ്പം പിന്നെ ഏട്ടൻ്റെ ജോലി തുടങ്ങിക്കോ, ഞാനേ കുറച്ച് തിരക്കില്ല, ഞാൻ പൊക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് നവ്യനെ അഭിനെയാണ്. അപ്പം നവ്യ ഇങ്ങനെ കിടക്കാണ് കേട്ടോ സെറ്റിയിൽ. അപ്പം അഭി വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, അത് പിന്നെ അവന്തികയുടെ എൻഗേജ്മെൻറ്റാ, അതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ആ താല്പര്യക്കുറവിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ. ഓ, നീ പറയുന്നത് പോലെ നന്ദുവും അനിയും തമ്മിൽ ഇപ്പം വലിയ അടുപ്പമൊന്നുമില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അവന്തികയും അനിയും തമ്മിലുള്ള നിശ്ചയം നടക്കണം നവ്യ. നിശ്ചയം നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ അഭി. ദേ, അനി അവന്തികയുടെ കഴുത്തിൽ താലി കെട്ടണ്ടേ? നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഈ ബന്ധത്തിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ നിൻ്റെ അനിയത്തിക്ക് നമ്മളെ ആരെയും ഇഷ്ടമല്ലല്ലോ, അവൾ വലിയ ആളല്ലേ. അവൾ നമ്മളുടെ എതിർപക്ഷത്തല്ലേ നിൽക്കുന്നത്. എങ്കിലും അവളെൻ്റെ പെങ്ങളല്ലേ, നിൻ്റെ നാത്തൂനല്ലേ. അങ്ങനെ ഒരു സ്നേഹമൊന്നും അവക്കില്ല നീ. ഓ, നീ അതൊന്നും നോക്കണ്ടെന്നേ. അനിയും അവന്തികയും ഒന്നിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ, അവരൊന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോയി കേട്ടോ. നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. നവ്യക്കറിയാലോ ഇവരുടെ കുറുക്കു വഴിയും പ്ലാനും പരിപാടിയും എന്തൊക്കെയാണെന്ന്. അങ്ങനെ മനസ്സിൽ വിചാരിക്കുക, നീയും നിൻ്റെ അമ്മയൊക്കെ ഈ ബന്ധം നടക്കാൻ നീയും നിൻ്റെ അമ്മയൊക്കെ ഇത് നടക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് അത് അത്രയും പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ തന്നെ ആയിരിക്കും ഇവിടെ ഏറ്റവും വലിയ തടസ്സം എന്നൊക്കെ മനസ്സിലാട്ടോ വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനി ഉണ്ടല്ലോ, കിച്ചണിൽ പോയി പാലൊക്കെ തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിൽ പാലൊക്കെ ഊറ്റി അതിൽ കുങ്കുമപ്പൂവൊക്കെ ഇങ്ങനെ വിതറിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ നയന വന്നു കേട്ടോ. നയന കിച്ചണിലേക്ക് വന്നു. അങ്ങനെ ഈ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി നന്നായിട്ട് കലക്കി മറിച്ച് നമ്മുടെ നയനയ്ക്ക് കൊണ്ട് കൊടുത്തു. നയന ചോദിച്ചു, ഇതെന്താ അമ്മേ പതിവില്ലാത്തൊരു കുങ്കുമപ്പൂവൊക്കെ ഇടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതേ നമ്മുടെ കുഞ്ഞ് നല്ല വെളുത്ത് ചുമന്നിരിക്കണം, ഈ വയറ്റിൽ കിടക്കുന്ന തങ്കക്കുടവേ അതിനുള്ളതാ ഇത്, അല്ലാതെ നിനക്കുള്ളതല്ലെന്ന് പറഞ്ഞു. ഏതായാലും ആ പാല് നമ്മുടെ നയനെ കുടിക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാം. ഇതിനിടയിൽ അർജൻറ്റീനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആര്? നമ്മുടെ ദേവയാനി നയനയോട്. ഇനിയിപ്പം ഇവിടെ ഒരു മേളം തന്നെ ആയിരിക്കും മോളെ. ഇവിടെ ഫുട്ബോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദർശും മുത്തശ്ശനും അനിയുമൊക്കെ ആയിട്ട് ഇവിടെ രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഒരു വലിയൊരു മേളം തന്നെ ഉണ്ടാകും. കാരണം 11 മണി കഴിഞ്ഞാണല്ലോ കളി നടക്കുന്നത്. നിൻ്റെ മുത്തശ്ശൻ അർജൻറ്റീന ഫാനാണ്, അതുപോലെ ആദർശും. പിന്നെ അനി അതല്ലെന്ന് തോന്നുന്നു, അനി ബ്രസീൽ ഫാനാണ്. ഏതായാലും ഇവിടെ വലിയൊരു ഭൂകമ്പമൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പം ഏതായാലും ഞാനിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കിത് കാണാമല്ലോ, ഇവിടെ ഉള്ളവരുടെ ആ ഒരു സന്തോഷവും അതൊക്കെ എനിക്ക് കാണാമല്ലോ, ആ കളിയുടെ ആ ഒരു എന്താ പറയുക ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ എനിക്ക് കാണാമല്ലോ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നിനക്കറിയാം ഇവിടെ നടക്കുന്നത് എന്ത് പുകിലാണെന്ന്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ആ പാലുമായിട്ട് മുറിയിലേക്ക് പോകുന്നത് കേട്ടോ, നമ്മുടെ നയന പോകുന്നത്. ആദർശാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ നമ്മുടെ നയന പറഞ്ഞു, അമ്മ കുങ്കുമപ്പൂ ഇട്ട പാല് തന്നതാ കുഞ്ഞിന് നിറം ഉണ്ടാകാൻ വേണ്ടി, എന്നിട്ട് നീ കുടിച്ചോ?
കുടിച്ചോന്ന് ചോദിച്ചാൽ അതെ ആദർശേട്ടൻ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്, അതുകൊണ്ട് പകുതി ആദർശേട്ടൻ പകുതി ഞാൻ. ഓഹോ, നിനക്ക് വേണ്ടി തന്ന പാലല്ലേ അത് ഞാൻ കുടിക്കാനോ? ഏയ് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല കേട്ടോ, ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എന്തിനാ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇത് വാശിയൊന്നും അല്ല, ഇതൊരു ചടങ്ങാണെന്നേ. ആ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? എന്ത് കഴിഞ്ഞെന്നാ ഈ പറയുന്നത്? ദേ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ? അത് പിന്നെ അന്ന് നമ്മളെ കീരിയും പാമ്പും ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് അതിൻ്റെ കടം തീർക്കാന്ന്. ദേ ഇത് കുടിച്ചേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശിനെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അങ്ങനെ ആദർശ് കുറച്ച് പാല് കുടിക്കുന്നു, നയനയ്ക്ക് കുറച്ച് പാല് കൊടുക്കുന്നു, പിന്നെ അവരുടെ ഒരു സ്നേഹപ്രകടനവും സന്തോഷമൊക്കെ. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുകയാണ് നയന. എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദൂനെയാണ്. അപ്പം നന്ദൂനെ ഫോൺ വിളിക്കുകയാണ് അനി. അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് ഫോൺ എടുത്തിട്ട് പറയടാ എന്ന് ചോദിക്കുമ്പം എടി ഈ എൻഗേജ്മെൻറ്റ് മുടക്കാൻ എന്താടി ഒരു വഴിയ്? ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ പൊന്നെ ഒരു വഴിയും കിട്ടുന്നില്ല അനി. നീ അങ്ങനെ പറഞ്ഞൊന്നും ഒഴിയാതെ എന്തെങ്കിലും ഒരു ബുദ്ധി ഉപദേശിച്ച് താ. അത് പിന്നെ എനിക്ക് വളഞ്ഞ വഴിയൊന്നും അറിയത്തില്ല നീ. ഞാൻ എന്ത് ബുദ്ധി ഉപദേശിക്കാനാ? നിന്റെ വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ച ബന്ധമല്ലേ? എന്ന് മാത്രമല്ല ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ അതിനെ അനുകൂലിക്കുന്ന കൂട്ടത്തിലാ. എടി എനിക്കിതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നേ. ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആദർശേട്ടനും ഏടത്തിയും മടങ്ങി വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. ആദർശേട്ടൻ MD സ്ഥാനം ഏറ്റെടുത്തതോടെ ഞാൻ ഫ്രീ ആയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി നീ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കണം. എനിക്കിങ്ങനൊരു തലവേദന എടുത്ത് തലയിൽ വയ്ക്കാൻ വയ്യ. അത് പിന്നെ നിശ്ചയമല്ലേ നടക്കുന്നുള്ളൂ, കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. നീ എന്താടി ഈ പറയുന്നത്? നിശ്ചയം എന്ന് പറഞ്ഞാലേ പകുതി കല്യാണം പോലെ തന്നെയാ. അത് കല്യാണം നടന്നതുപോലെയാ. പിന്നെ എനിക്കിതിൽ നിന്ന് പിന്മാറാനൊന്നും പറ്റത്തില്ല. മോതിരം മാറ്റം നടത്തിയ പിന്നെ എങ്ങനെയാടി ഞാൻ പിന്മാറുന്നത്? അത് നീ മനസ്സിലാക്കുക. എങ്കിൽ പിന്നെ അവളെ നീ കെട്ടണം. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ വിളിച്ചത്? പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നീ എന്താ ഈ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാനാകെ സമനില തെറ്റിയാണ് ഇവിടെ നടക്കുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം നീ ഒന്ന് പറഞ്ഞു തരുന്നോർത്താണ് നിന്നെ വിളിക്കുന്നത്. എല്ലാവരോടും കാല് പിടിച്ച് ഞാൻ പറഞ്ഞു ഈ ബന്ധം നടത്തരുത്. പക്ഷെ ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല നന്ദു. അതുകൊണ്ടാണ് ഇപ്പം ഈ ബന്ധത്തിന് ഇത്രയ്ക്കും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ആണിലും പെണ്ണിനും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ബന്ധം നടക്കുന്നുണ്ടോ? പക്ഷെ ഇവിടെ മാത്രം എല്ലാം തലകീഴായിട്ടാണ് നടക്കുന്നത്. ഇതിനെന്താ ഒരു പരിഹാരം? നീ പറ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും. നമ്മുടെ കാര്യത്തിലെ പലപ്പോഴും ദൈവം നമുക്കൊപ്പം നിന്നിട്ടൊക്കെയുണ്ട്. സമയത്തിന് എന്തെങ്കിലും മാർഗം ചിലപ്പം ദൈവം കാണിച്ച് തരുമായിരിക്കൂടാ. അതൊക്കെ തന്നെ എൻ്റെയും പ്രതീക്ഷ. പക്ഷേ നിശ്ചയമാണെങ്കിൽ വന്ന് കയറുകയും ചെയ്തു. ആകെപ്പാടെ സാരമില്ല, നീ ഇപ്പം വെച്ചോ, ചിലപ്പം അമ്മ വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ടേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു ഫോണ് കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ഈ സമയത്ത് എനിക്ക് ടെൻഷനും കാര്യങ്ങളുമാണ്. നന്ദുവിൻ്റെ ടെൻഷൻ എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നന്ദൂനെ അങ്ങ് കെട്ടിക്കോളാൻ വയ്യാതെ നിൽക്കുകയാണ്. പക്ഷേ നന്ദുവിൻ്റെ സീനെന്ന് പറഞ്ഞാൽ അച്ഛനെ നോക്കണം, അമ്മേനെ നോക്കണം, സഹോദരങ്ങളെ നോക്കണം, അങ്ങനെ ആകെ പാടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് എൻ്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത്രത്തോളം ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ആരും ഇതുപോലെ ഒരു ടെൻഷൻ അനുഭവിക്കുന്നില്ല, എന്നെപ്പോലെ ദുഃഖിക്കുന്ന ആരുമില്ല. അത്രമാത്രം ടെൻഷനാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന്. ഏതായാലും ഇങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അഭി കയറി വന്നിട്ട് എന്തു പറ്റി? എന്താ നീ കണ്ണാടി നോക്കി നിൽക്കുന്നത്? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനിയുടെ MD സ്ഥാനം നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായിപ്പോയി. അത് ശരിയാ അഭി. തെറ്റുകൾ മാത്രം ചെയ്യുന്ന ആദർശേട്ടനെ മുത്തച്ഛൻ തിരിച്ചെടുത്തല്ലോ. എനിക്ക് വേറൊന്നും അല്ല പറയാനുള്ളത് നവ്യ. നമ്മുടെ അവന്തികയുടെയും അനിയുടെയും വിവാഹം അത് നടക്കണം. പിന്നെ നിന്റെ പെങ്ങളെക്കുറിച്ച് എനിക്ക് പറയുന്നതേ ഇപ്പം വിരോധമാണ്. നിന്റെ പെങ്ങൾ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചാ പോകുന്നത്. അതൊന്നും നീ നോക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം എന്നോട് തോന്നണ്ടേ? അതെ, ഞാനൊരു സത്യം പറയട്ടെ, അതൊക്കെ അവളുടെ അഭിനയമാ നവ്യ, വെറും അഭിനയം. അവളിപ്പം എന്നോടും അമ്മയോടും വലിയ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് ഈ വീട്ടിലുള്ളവർക്കെല്ലാം അവളോട് ഇത്ര ഇഷ്ടവും ഈ വിവാഹം നടക്കാനൊക്കെ പോകുന്നത്. അവളെ ബുദ്ധിയുള്ള പെണ്ണ്. നീ വന്ന് അവളെ വെറുതെ ന്യായീകരിക്കാനൊന്നും നോക്കരുത് കേട്ടോ. അയ്യോ അല്ല, ഞാൻ ന്യായീകരിക്കുന്നതല്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും പറഞ്ഞ് ശരിയാവത്തില്ല. എന്തായാലും നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, അവന്തിക എതിർവശത്തല്ല, അവന്തിക നമ്മുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അത് പിന്നീട് നിനക്ക് മനസ്സിലായിക്കോളും. എന്നാ പിന്നെ ഈ ബന്ധം നടക്കാനായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം.
ഞാൻ പറയുന്നത് നീ വെറും വാക്കായിട്ട് തള്ളരുത് കേട്ടോ. നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ഓ, അത് പേടിക്കൊന്നും വേണ്ട. അമ്മയും അച്ഛനും അതിനെ അനുകൂലിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല അഭി നിനക്കൊക്കെ. അനിയുടെ അമ്മ ഈ വീട്ടിൽ നന്ദുവിനെ കേട്ടില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം നടക്കുന്നത്? നടക്കാൻ പോകുന്നില്ല. പക്ഷേ നന്ദുവിനോടുള്ള അനിയുടെ ഇഷ്ടം അവന്തികയോടുള്ള ഇഷ്ടക്കേടായിട്ട് മാറരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓ, എന്തായാലും ഇപ്പം നിശ്ചയം മുടക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നിശ്ചയമായതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും അഭിക്ക് എങ്ങനെയെങ്കിലും അനിയന് ഇനി കിട്ടിയേ പറ്റത്തുള്ളൂ അവന്തികയുടെ വശത്ത്. ഏതായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ നവ്യ ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വിവാഹം മുടക്കിയേ പറ്റൂ. നവ്യയുടെ മനസ്സിൽ അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട് അനാമികേനെ രേവതിനെയും അതുപോലെ അനാമികയുടെ അച്ഛനെയാണ്. അപ്പം ഇവർ കല്യാണത്തിനെ കുറിച്ചും നിശ്ചയത്തിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നവീൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നന്ദുവിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അനിയുടെയും അവന്തികയുടെയും കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ശരിയാ, ഈ കോടതിയിൽ നമ്മളെ പൊളിച്ചടുക്കിയത് നവീൻ തന്നെ അല്ലായിരുന്നോ? പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? നവീനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട എന്നൊക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നവീൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നന്ദുവിനെ വിവാഹം കഴിക്കാൻ മാത്രമാണ് ഇവരുടെ കൂടെ നിൽക്കുന്നതെന്ന് ഇവർക്കറിയാം. ഇവർക്ക് ഏകദേശം അത് അറിഞ്ഞു തുടങ്ങി. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന കോലം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുറ്റത്ത് നല്ല അടിപൊളി കോലം, നല്ല കളർഫുള്ളായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും മേളത്തെ നിലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അപ്പം മുത്തശ്ശനാണ് ഇത് കാണുന്നത്, ഈ കോലം വരയ്ക്കുന്നത് കാണുന്നത്. അങ്ങനെ വസുന്ധരനെ പതുക്കെ വിളിക്കുകയാണ്, ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ നയന കോലം വരയ്ക്കുന്ന ആ ഒരു സീന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ, ഇത് കൊള്ളാലോ, മോള് രാവിലെ തുടങ്ങിയോ കോലം വരയ്ക്കാനൊക്കെ? ഇപ്പോഴാണ് ഈ വീട്ടിനൊരു ഐശ്വര്യം വന്നത്, ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു ഐശ്വര്യം വന്നത് ഇപ്പോഴാണ്. ഈ സമയത്തൊക്കെ എണീറ്റ് കുളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പനി വരത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് പിന്നെ നല്ല കാര്യമല്ലേ മോള് ചെയ്യുന്നത്, മഹാലക്ഷ്മിനെയല്ലേ വീട്ടിലേക്ക് വിളിക്കുന്നത്, അതുകൊണ്ട് പനിയോ അങ്ങനെ ഒന്നും വരത്തില്ല. ഇത്തരം കാഴ്ചകൾ കാണാനല്ലേ ഇദ്ദേഹം കാത്തിരുന്നത്. ഇപ്പം കാണുന്നുണ്ടല്ലോ, ഞാൻ മാത്രമല്ല താനും ഈ കാഴ്ച കാണാൻ വേണ്ടിയല്ലേ കാത്തിരുന്നത് എന്ന്. ഇനി എന്തായാലും നിത്യേന ഈ കാഴ്ച കാണാം. ഇത് കണ്ടുകൊണ്ട് തന്നെ ഒരു ദിവസം തുടങ്ങുന്നത് ഐശ്വര്യ വസുന്ധരെ, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കൊക്കെ ഐശ്വര്യമാണ്. അത് പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട കാലം തിരിച്ചു വന്നല്ലേ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാ. ഐശ്വര്യം കയറിയപ്പം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാം നമുക്ക് തിരിച്ചു കിട്ടി. എന്നാൽ പിന്നെ ബാ നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. കോലം വരയ്ക്കുന്ന അടുത്തേക്ക് പോവുക മുത്തശ്ശിയും മുത്തശ്ശനും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ നയനയുടെ അടുത്ത് ദേവയാനി വന്നിട്ട് മോളെ കോലം വരച്ച് കഴിഞ്ഞോ? ഇത് നല്ല മഴയുള്ള സമയമല്ലേ, അങ്ങനെയുള്ളപ്പോൾ ഇത്ര നേരത്തെ എണീറ്റ് കോലമൊക്കെ വരയ്ക്കണോ? അത് പിന്നെ കുറേ നാളായില്ലേ അമ്മ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാനിന്ന് കോലം വരച്ചത് എന്ന് പറഞ്ഞ് നടന്ന് കയറി വരികയാണ് കേട്ടോ. കയറി വന്നൊരു സമയത്ത് നമ്മുടെ ദേവയാനി കയ്യെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് മുത്തശ്ശനും അവിടെയുണ്ട്. ഏതായാലും നമ്മുടെ മുത്തശ്ശൻ്റെ വേഷം കണ്ട് ഞെട്ടിപ്പോവാണ് നമ്മുടെ നയന. നമ്മുടെ മുത്തശ്ശൻ മെസ്സിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ഏതായാലും ഫുട്ബോളിനെ കുറിച്ച് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം ഇനിയിപ്പം എന്നും കളി തീരുന്നവരെ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു ജേഴ്സി ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞപ്പം ആദർശമായിട്ടും ഒരു ജേഴ്സി മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇടാനാന്നാ പറഞ്ഞത്. ഇവിടുത്തെ വല്ലാത്ത പൂകിലാ മോളെ ദേ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഇവിടുത്തെ കൊച്ചുമക്കളെക്കാളും ചെറുപ്പമായി പോകും, അത് നിനക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറയാം. അപ്പോൾ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ്, മിസ് ചെയ്ത് കളയരുത്. ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കുറച്ച് വ്യൂവേഴ്സൊക്കെ കുറവാണ്, നമ്മൾ ഡെയിലി കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ഇടുന്നില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഏതായാലും ഇനി നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. വളരെ വ്യൂസ് കുറവാണ്, അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ വിട്ടിറങ്ങി പോകുന്നുണ്ട്, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇടാഞ്ഞിട്ട് തന്നെ ആയിരിക്കാം, തിരക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് വീഡിയോ ഇട്ടില്ല എങ്കിൽ കയറി പോകത്തുമില്ല, പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പം മക്കളെ സ്കൂളിലൊക്കെ അയക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കാണല്ലോ നമുക്ക് രാവിലെ. അപ്പോൾ അതിനിടയിൽ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഞാൻ വന്നിരുന്നത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ശ്രമിക്കാം ഡെയിലി കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുതേ.